അച്യുതൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മാനസികേ സൗമിത്രിയും ജനകാത്മജനും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകല കളഞ്ഞിനി നിങ്ങളെ താപജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു അനുജനും ശീലങ്ങൾ വെവ്വേറെ നൽകിയിരുന്നാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യശീലങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചന അജ്ഞയാൽ വൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൻ. പക്ഷമെന്തെന്നുള്ളിലെന്നുള്ളത് അറിവാനായി കർശനേ ലജ്ജയാ പശുമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങനെ. ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാൽ മംഗളദേവതാവല്ലവൻ രാമനിന്ദിരജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം വൽക്കലം ദിയാംബരോ സൽക്കാരമാനം കലർന്നേ എന്നത് കണ്ടൊരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു നിന്നരുളീഴും വസിഷ്ഠ മഹാമുനി ഗോവേന ഭർഷിച്ചു കയ്യേ.